ഇന്നുണ്ടല്ലോ എണീച്ചപ്പോൾ തന്നെ തീരെ ഒരു എനർജറ്റിക് അല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. എണീക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും അല്ലേ അങ്ങനത്തെ ദിവസങ്ങൾ. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു എനർജി ഉണ്ടാക്കിയെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. രാവിലെ എണീച്ചതും ദോശയായിരുന്നു. ദോശയും ചമ്മന്തിയും കൂട്ടി കഴിച്ചു. പിന്നെ സ്ഥിരമായിട്ടുള്ള പരിപാടിയായി വെള്ളം നിറക്കലിലോട്ട് കിടന്നു ഞാൻ. പിന്നെ ഒരു കാര്യം ആലോചിച്ചപ്പോൾ മാത്രം നല്ല സന്തോഷമായിരുന്നു കേട്ടോ. നാളെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ഒരാൾ വരും കേട്ടോ. ഒരാളല്ല 3 പേര് വരും കേട്ടോ. അത് ആലോചിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അങ്ങനെ അത് മൈൻഡിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ആൾ ആരാണെന്നൊക്കെ നാളെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ആരാണെന്നൊക്കെ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അത് കഴിഞ്ഞത് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ എടുത്തു കേട്ടോ. ഇവിടെ എൻ്റെ മോന് ആകെ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് പൈനാപ്പിൾ മാത്രം കേട്ടോ. അത് ചെറുതായിട്ട് ഒരു പീസ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് കഴിക്കും. വേറെ ഏത് ഫ്രൂട്ട്സും അവൻ കഴിക്കില്ല കേട്ടോ. അത് കഴിഞ്ഞതും പിന്നെ ഞാനൊരു സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ലുലുന്ന് വാങ്ങിയ സൂപ്പാണ്. അപ്പോൾ അതൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങി. 4 ഗ്ലാസ് വെള്ളത്തിലോട്ട് ഈ പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറുക്കി എടുക്കാൻ കേട്ടോ അതിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അത് സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ അതിനെ നേരെ ചേട്ടനെ കൊണ്ട് കൊടുത്തു. ചേട്ടൻ ഇതുവരെ വീട്ടിലുണ്ടാക്കിയ സൂപ്പ് കുടിച്ചിട്ടില്ല കേട്ടോ. ഹോട്ടലിൽ പോയിട്ട് സൂപ്പ് കുടിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കിയത് ആദ്യമായിട്ടാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.